ഹായ് ഹലോ. അപ്പം ഞങ്ങൾ തഗ് ലൈഫ് കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു ആവറേജ് ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മണിരത്നത്തിൻ്റെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പടങ്ങളിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ മണിരത്നം ഫിലിംസ് വെച്ച് ഞാൻ നോക്കുകയാണ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ മേക്കിംഗ് ആണ്. നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീൻസൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു ആക്ഷൻ സീൻസൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ എനിക്കിതിൽ ചിമ്പുവിനെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ചിമ്പുവിൻ്റെ ആക്ടിങ് ആണെങ്കിലും സ്റ്റൈലാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കമലഹാസൻ സാറ് നല്ലതാണ്, പക്ഷേ ഒരു പടി മുകളിൽ എനിക്ക് ചിമ്പുവിൻ്റെ ആക്ടിങ്ങും ചിമ്പുവിൻ്റെ ആ ഒരു സ്റ്റൈലിങ് ഹെയർ സ്റ്റൈലൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള സ്റ്റോറി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു ഗാങ്സ്റ്റർ ഒരു മൂവി, ഒരു എന്താ പറയണത്, നമ്മൾ ഇപ്പം തമിഴിൽ ഇതുപോലത്തെ പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്താ പറയണ അതൊരു റിപ്പീറ്റേഷൻ, എനിക്ക് ആ സ്റ്റോറിയിലൊരു പുതുമ എനിക്ക് ഫീൽ ചെയ്തേയില്ല. എന്താ പറയണത്, ഒരു ചിലയിടത്തൊക്കെ എനിക്ക് സംശയം തോന്നി ഇത് മണിരത്നം സാറിൻ്റെ ഫിലിമാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നിപ്പോകുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു ആവറേജ് ഫിലിം. ഇത് തിയേറ്ററിൽ പോയി കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് ഒക്കെ നല്ലതാണ്. ആ മേക്കിംഗ് നല്ലതാണ്, അതിൻ്റെ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അല്ലാതെ ഇത് തിയേറ്ററിൽ പോയി കാണാനുള്ളവർ കണ്ടോ, എനിക്ക് അങ്ങനെ അത്രയും ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്താണ് വന്നത്. എനിക്ക് ചിലപ്പോൾ അതുകൊണ്ടാവാം എനിക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ അത്രയും എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയില്ല സിനിമ. കുറേ ഒരു എന്താ പറയുക, പലയിടത്തും കുറേയൊക്കെ ഒരു മിസ്സിങ് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ പോരായ്മകൾ. ഞാൻ പറഞ്ഞല്ലോ, ഇത് മണിരത്നം സാറിൻ്റെ ഫിലിമാണോ എന്ന് പോലും എനിക്ക് ഡൗട്ട് തോന്നി. കാരണം നമുക്ക് മണിരത്നം സാറിൻ്റെ ഫിലിമിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ആ സിനിമ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെവലാണ്. എനിക്കിതിൽ സാറിൻ്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സിനിമകളിലൊന്നാണ് ഇത്. ഇതാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കാണാമെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. മേക്കിംഗ് ഒക്കെ നല്ലതാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്കും ആവറേജ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. വൺ ടൈം വാച്ചാണ്. നമുക്ക് ഇപ്പോൾ തിയേറ്ററിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കണ്ട് നമുക്ക് ഒരു ഡേ സ്പെൻഡ് ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു സിനിമ കാണാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഈ സിനിമ കാണണം, അത്രയും മസ്റ്റ് വാച്ച് എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മണിരത്നം സാറിൻ്റെ ഫിലിം എന്നുള്ളതിന് ഉപരി ഇതിപ്പോൾ ഒരു കമലഹാസൻ മാസ് ഫിലിം അല്ലെങ്കിൽ കമലഹാസൻ്റെ ഫാൻസിന് വേണ്ടി ഒരു പടം എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിമ്പുവിൻ്റെ ഫാൻസ് അങ്ങനെ ഞാൻ പറയുന്നില്ല, കാരണം ചിമ്പുവിൻ്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഫാൻ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യില്ല. കമലഹാസൻ്റെ ഒരു പടം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മണിരത്നത്തിൻ്റെ പടം എന്ന് പറയാൻ നമുക്ക് പറ്റാത്തൊരു കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓക്കെ, മണിരത്നം സാറിനെ നമ്മൾ മനസ്സിൽ വിചാരിക്കാതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ കമലഹാസൻ്റെ ഒരു എന്താ പറയുക, ഒരു ആവറേജ് പടം, ഒരു മാസ്, ഒരു ഫാമിലി എൻ്റർടൈനർ, ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്. അത് നമുക്കറിയാമല്ലോ. അപ്പം ഗാങ്സ്റ്റർ മൂവി എന്ന് പറയുമ്പോഴും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കഥ തന്നെയാണ് ഈ സിനിമ മൊത്തം. ഒരു കഥ, നോർമൽ കഥ. നമ്മൾ ഇപ്പം എങ്ങനെ പറയാം, പല സിനിമകളിലും ഈ മൾട്ടി സ്റ്റാർസ് വരുന്ന പല സിനിമകളും, അതിലിപ്പോൾ ഒരു സിനിമ ഞാൻ പേര് പറയാതെ പറയാം, മോഹൻലാലും വിജയും ഉള്ള ഒരു സിനിമയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് സാമ്യമുണ്ട്. അങ്ങനെ പല കഥകൾ, അതുപോലത്തെ ഒരു കഥയാണ് ഇത്. അത്രേ ഉള്ളൂ, അല്ലാതെ കഥയിലൊന്നുമില്ല. പിന്നെ ചില സ്ഥലത്തൊക്കെ ഒരു ബോറടിച്ച് സെക്കൻഡ് ഹാഫിൽ എനിക്ക് കുറേയൊക്കെ ബോറായിട്ട് തോന്നി. അതൊരു ക്ലാസ് പിടിച്ചതായിരിക്കാം, പക്ഷെ എനിക്ക് ബോറായിട്ടാണ് തോന്നിയത്. കാരണം ഓവറോൾ ഒരു മാസ് പടത്തിലാണ് പോകുന്നത്. അപ്പം ഇടയ്ക്ക് ക്ലാസ് മാത്രം വരുമ്പോഴത്തേക്ക് അത് മൊത്തം ക്ലാസ്സിൽ പോകണം. മൊത്തം ക്ലാസ്സായിട്ട് പോയാൽ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ പൊന്നിയിൻ സെൽവൻ കണ്ട സമയത്ത് എന്താണ്, അത് ആക്ച്വലി മാസ് പടത്തിനേക്കാളും അത് ക്ലാസ് പടമാണ്. അതിൽ മാസ് കാണിക്കുന്നതിലല്ല അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതൊരു ക്ലാസ് പടമായിരുന്നു. നമുക്ക് ആ ഒരു ഫീൽ, ആ ഒരു പഴമയിലോട്ട് നമ്മൾ ആ ഒരു ഏൻഷ്യൻ ടൈമിൽ നമ്മൾ എത്തിക്കുന്ന ഒരു ഫീലാണ് ആ സിനിമയിലുള്ളത്. ഇതിനെ ഒരു മാസ് ഫീലിൻ്റെ ഇടയിൽ ക്ലാസ് കുത്തിക്കയറ്റിയപ്പോൾ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒട്ടും. അത് കുറച്ചുകൂടെ ബോറായിപ്പോയി. അപ്പം ഓവറോൾ ഒരു ആവറേജ് പടമാണ്. മണിരത്നത്തിൻ്റെ പടം എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തതെങ്കിലും അത് പക്ഷേ അത്രത്തോളം വന്നിട്ടില്ല മറ്റു പടങ്ങൾ വെച്ച് നോക്കുമ്പം കേട്ടോ. ഒരു ആവറേജ് പടം, മൊത്തത്തിൽ ഒരു ആവറേജ് പടം. കമലഹാസൻ മാസ് ആവറേജ് പടം, അത്രേ ഉള്ളൂ.